സംസ്ഥാന പോലീസിലെ SHO സംവിധാനം പരിഷ്കരിക്കുന്നതിൽ തീരുമാനം ഉടൻ. സർക്കിൾ സംവിധാനം തിരികെ എത്തിക്കുന്നതിൽ ഉന്നതതല യോഗം ഇന്ന് ചേരും. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പദ്ധതിയിലും നവീകരണമുണ്ടാകും. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം ഈ ഒരു SHO CA മാറ്റമുണ്ടായത് പോലീസിങ്ങിനെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു SI ആണ്, ഒരു CA ആണ് വീണ്ടും സ്റ്റേഷനിൽ വന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജോലി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഒരു ചുമതല നഷ്ടപ്പെട്ടതോടുകൂടി SIയുടെ ഒരു പോരാട്ട വീര്യമൊക്കെ ചോർന്നുപോയി. അത്തരത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആ ഒരു മാറ്റം ഉണ്ടാക്കിയത് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ ഒരു തീരുമാനം ഇപ്പോൾ മാറ്റുകയാണ്. അതോടൊപ്പം തന്നെ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് ഈ ഒരു ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്താൻ നോക്കുന്നത്? പൂർണ്ണമായും പോലീസ് സേനയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു സർക്കിൾ സംവിധാനം ഉണ്ടായിരുന്നത്. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്കും സർക്കിളിന്റെ ചുമതല, പ്രത്യേകിച്ച് ഒരു സ്റ്റേഷൻ പരിധിയിൽ മിനിമം ഒരു സർക്കിൾ ചുമതലയിൽ 3 പോലീസ് സ്റ്റേഷനിൽ വരും. ആ പോലീസ് സ്റ്റേഷനിലെ ചുമതല വരുന്നത് സർക്കിൾമാർക്കാണ്. സ്റ്റേഷന്റെ ചുമതല വരുന്നത് SIമാർക്കും. അങ്ങനെ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ ഇപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലാണ് യോഗം തുടങ്ങിയിട്ടുള്ളത്. അതിൽ DGPയും ADGPമാരും ഒപ്പം തന്നെ IG മാർ ഉൾപ്പെടെയുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയൊക്കെ ഉന്നതതല ഉദ്യോഗസ്ഥരും ഈ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും മുൻകാലങ്ങളിൽ SIമാർക്കായിരുന്നു പോലീസ് സ്റ്റേഷന്റെ ചുമതലയെങ്കിൽ അതിന് സമാനമായ രീതിയിൽ SIമാർക്ക് പോലീസ് സ്റ്റേഷന്റെ ചുമതല നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കടക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റുഡന്റ് പോലീസ് സംവിധാനത്തിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു നീക്കം തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിൽ ഉന്നത തലത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള നടപടിക്രമങ്ങളും കൊണ്ടുവരുന്നു എന്നതാണ് ആഭ്യന്തര വകുപ്പ് അവകാശപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ യോഗം സെക്രട്ടേറിയറ്റിനുള്ളിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ നടക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും സ്റ്റേഷന്റെ ചുമതല SIമാർക്ക് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും ഈ യോഗം കടക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.